ആൾക്കാരാണ് ഇത് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ കുറച്ച് 1-2 പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ കറിയുടെ പേരെന്താണെന്ന് ഇപ്പം പറയുന്നതായിരിക്കും. ആ കറിയുടെ പേരാണ് തൈര് കടി. നിങ്ങൾ ആരെങ്കിലും അത് വെച്ചിട്ടുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പം നമുക്കൊന്ന് വെച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്നറിയാം. എന്നാൽ നമുക്കൊന്ന് വെക്കാൻ കയറിയാലോ. അതിനായിട്ട് ആദ്യം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പേ വെച്ചു. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. അതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുകിടാം. കുറച്ച് ഉലുവ ഇടണം. കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം കരിയാപ്പില ഇടണം. പച്ചമുളക് നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട്, അതിടണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അത് മൂത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് നമ്മുടെ കറി കിടുവായിരിക്കും അല്ലേ? ഞാൻ കൂട്ടിയിട്ടില്ല, നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കൂട്ടാൻ പോവാ. ഇത് കൂട്ടി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും നിനക്ക് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. പൊളിക്കും. ഇനി ഞങ്ങൾ പൊളിക്കും. നീ കഴിക്കാൻ പോകുന്ന ഒരു സാധനമാണല്ലോ, അതുകൊണ്ട് ഇതൊന്ന് നോക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് പഠിച്ചിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഇനി അതും ഉണ്ടാക്കും. എല്ലാം നല്ല രീതിയിൽ വഴന്ന് വരുന്നുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് സ്പൂണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി. ഓൾറെഡി നമ്മൾ പച്ചമുളകും ഉണക്കമുളകെല്ലാം ഇട്ടേക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം. ഇതിലേക്ക് നമ്മൾ അല്പം ചെറിയ ജീരകം, പെരുംജീരകമല്ല, നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ആ ജീരകം ചേർക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. കുറച്ച് കടലമാവ് അതിനകത്ത് ചേർക്കുക. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ കടലമാവ് വേകാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എങ്ങനെയുണ്ട്? പൊളിക്കത്തില്ലേ? കിടുവല്ലേ നമ്മുടെ കറി? ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു താരം കൂടെ ഇപ്പം വരും. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു താരമാണ്. ഇപ്പം ഇങ്ങനെ വരും. അതുകൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. അപ്പം ഇതൊന്ന് വേഗട്ടെ. കണ്ടോ, ഇത്രയും ആയിട്ടുണ്ട്. നമ്മുടെ കറിയുടെ ഏകദേശം 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ? ഈ കറിയുടെ പേരാണ് തൈര് കടി. കണ്ടോ? ഇത് ചപ്പാത്തിയുടെ കൂടെയും നല്ലതാണ്, ചോറിൻ്റെ കൂടെയും നല്ലതാണ്. നമ്മുടെ നാട്ടുകാരാണ് ഒരു പ്ലേറ്റ് ചോറുണ്ടത്. വെളിയിലോട്ടൊക്കെ പോകുമ്പോഴേക്കും ഒരു കട്ടൊരു ചോറും 2 ചപ്പാത്തിയുമാണ് അവരുടെ ഭക്ഷണം. ഇതിലേക്ക് ഇനി അടുത്ത നമ്മുടെ സൂപ്പർ സ്റ്റാർ വന്നു, തൈര് പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. തീ കുറച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇനിയും ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം. തൈരിൻ്റെ പുളിയും എല്ലാം കൂടെ നോക്കി അതിനാവശ്യാനുസരണം ഉപ്പ് നമ്മൾ ഇടുക. നമുക്ക് ഉപ്പ് ചിലവർക്ക് കുറച്ച് മതിയായവരുണ്ട്, അത്യാവശ്യം ഉപ്പ് വേണ്ടിയവരുണ്ട്. അപ്പം നമ്മുടെ ആവശ്യാനുസരണം ഉപ്പിടുക.
ഇത് തിളയ്ക്കാൻ വരെയും നമ്മൾ പതിയെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. തൈര് ഒഴിച്ചിട്ടുള്ളത് കാരണം കൊണ്ട് പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. പിന്നെ ഇത് തീ ഓഫാക്കുന്ന സമയത്ത് നമുക്ക് വേണേൽ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 2-3 മല്ലിയില ഇതിൻ്റെ അകത്ത് അരിഞ്ഞ് ഇടാം. ഞങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതിനാൽ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. ഇഷ്ടമുള്ളവർ ഇതിനകത്ത് ചേർക്കുക. അങ്ങനെ നമ്മുടെ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇനി ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തക്ക രീതിയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം വരും വരെ. ബൈ.